ഭർത്താവ് എന്നെ നിർബന്ധിച്ചു, അതുകൊണ്ടാണ് ഇങ്ങനെ ആയത് എന്ന് പറയുമ്പോൾ സരള ചേച്ചിക്ക് എന്തോ ഒരു കള്ളത്തിനെ ഒളിപ്പിക്കാനില്ലേ എന്ന് നമുക്ക് തോന്നാം. എന്തായാലും ആ മേലേക്ക് കിടക്കാം. മാഡം, എൻ്റെ പേര് സരള, യഥാർത്ഥ പേരല്ല. 45 വയസ്സുണ്ട്. എൻ്റെ ഭർത്താവിനെ എനിക്ക് ചെറുപ്പം മുതലേ അറിയാവുന്ന ആളാണ്. എന്നെ കണ്ടിഷ്ടപ്പെട്ട് വീട്ടുകാരോട് വന്ന് കെഞ്ചിയാണ് കല്യാണം നടത്തിയത്. നീ ഒരു സുന്ദരിയാണ്, അതുകൊണ്ട് നീ അല്ലാതെ വേറൊരു പെണ്ണിനെ എനിക്ക് വേണ്ട എന്നൊക്കെ പറഞ്ഞു. എനിക്ക് ആദ്യകാലത്തൊന്നും ഒട്ടും ഇഷ്ടമില്ലായിരുന്നു. കാര്യം എൻ്റെ മനസ്സിൽ ശരിക്കും ഒരു സിനിമയിലൊക്കെ കാണുന്ന ചെക്കന്മാരില്ലേ, അവരെയായിരുന്നു ഇഷ്ടം. നല്ല വെളുത്തായിരിക്കണം, നീളം വണ്ണം എല്ലാം പാകത്തിന്, ഒട്ടും ദുർമേധസ് കാണരുത്, വയറ് ഒട്ടും ചാടരുത്. ഇംഗ്ലീഷ് സിനിമയിലെ നടന്മാരെയും ഹിന്ദി സിനിമയിലെ നടന്മാരെയൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. അവരുടെ രൂപം പണ്ടു മുതലേ ഒരു പ്രത്യേക ഷേപ്പിലാണല്ലോ. അതൊക്കെ എന്താ നമ്മുടെ മലയാളത്തിലുള്ള നടന്മാർക്കില്ലാത്തതെന്ന് ഞാൻ ആലോചിക്കുമായിരുന്നു. ഇത്തരം താരാരാധനയൊക്കെ എനിക്ക് കൂടാൻ കാരണം എൻ്റെ ഉറ്റ സുഹൃത്തായ ഒരു പെൺകുട്ടിയുണ്ട്, ചാന്ദിനി. അവളുടെ അച്ഛൻ ഇത്തിരി വഷളനായിരുന്നു. അത് അവളുടെ വായിൽ നിന്ന് തന്നെ ഞാൻ കേട്ടിട്ടുണ്ട്. അവൾ എന്നോട് വിസ്തരിച്ച് കാര്യങ്ങൾ പറയും. അവളുടെ അമ്മയ്ക്ക് എന്തോ ഭർത്താവിനോട് താല്പര്യമില്ല. അയാൾ കുടിച്ചിട്ട് വന്ന് അവരുമായിട്ട് എപ്പോഴും പ്രശ്നങ്ങളാണെന്ന് ഇവൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്കതിൻ്റെ ഗുഡൻസ് ആദ്യമൊന്നും മനസ്സിലായില്ല. ഹൈസ്കൂളിൽ എത്തിയപ്പോഴാണ് അവൾ കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തന്നത്. എന്തിൻ്റെ പേരിലാണ് അച്ഛനും അമ്മയും വഴക്കുണ്ടാക്കുന്നതെന്നും. അപ്പോൾ എനിക്ക് ഒരു വല്ലായ്മ തോന്നി. ഇങ്ങനെയൊക്കെയാണോ കല്യാണം കഴിച്ചു കഴിഞ്ഞാലെന്നും. അവളുടെ അച്ഛൻ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അതീവ ഇൻട്രസ്റ്റ് ഉള്ള ആളാണ്. അത് മാത്രമല്ല, അവളോടുള്ള പെരുമാറ്റത്തിലും മാറ്റങ്ങളുണ്ടെന്ന് അവൾ പറയും. എനിക്കതൊക്കെ കേൾക്കുമ്പോൾ പേടിയാണ്. പക്ഷേ സാധാരണ കുട്ടികൾ ഇതൊക്കെ പറയുമ്പോൾ എല്ലാവരും പേടിച്ച് ഭയന്ന് വിറച്ചുകൊണ്ടല്ലേ പറയുന്നത്. പക്ഷേ അവൾ ഈ കഥകളൊക്കെ പറയുമ്പോഴേക്കും ആ ചെറുപ്രായത്തിലും അത് വലിയ കാര്യമാക്കാതെയാണ് പറയുന്നത്. എന്തോ നോർമലാണ് എന്നുള്ള രീതിയിൽ. എനിക്കിതിൻ്റെ ഗുഡൻസ് ഇന്ന് വരെ മനസ്സിലായിട്ടില്ല. അവൾ ഒരു സ്പോയിൽഡ് ചൈൽഡ് ആണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അവളുടെ അച്ഛന് വേറൊരു ഹോബി കൂടി ഉണ്ടായിരുന്നു. അതായത് ഹിന്ദി, മലയാളം, ഇംഗ്ലീഷ്, പിന്നെ തമിഴ്, ഇങ്ങനെ ചില മാഗസിൻസ് ഒക്കെ വരും. അതിൽ കൂടുതലും ഇത്തിരി ഹൈ ആയിട്ടുള്ള പടങ്ങളായിരിക്കും, അല്ലെങ്കിൽ ചെറിയ രീതിയിലായിരിക്കും. ഗ്ലാമർ കൂടിയതും കുറഞ്ഞതുമൊക്കെ ഉണ്ട്. ഗ്ലാമർ അങ്ങേ അറ്റത്ത് നിൽക്കുന്നതുമുണ്ട്. ഈ മലയാളത്തിലൊക്കെ മിക്കവാറും കഥകളും 1-2 ഫോട്ടോമേ കാണത്തുള്ളൂ. പക്ഷേ ഇംഗ്ലീഷിൽ അങ്ങനെയല്ല. HD മികവോടെ എല്ലാ ഫോട്ടോസും കാണും. അച്ഛൻ്റെ ശേഖരത്തിൽ നിന്ന് കട്ടെടുത്തുകൊണ്ട് ബാഗിൽ വെച്ച് അവൾ കൊണ്ടുവരും. രാവിലെ കാണാൻ പറ്റില്ല. ഞങ്ങൾ വൈകിട്ട് തിരിച്ചു പോകുമ്പോഴേക്കും ബാഗിൻ്റെ അറയിൽ നിന്നെടുത്ത് ഞങ്ങൾ 2 പേരും കൂടി അത് കാണും. എവിടെ വെച്ചാൽ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ പോകുന്നിടത്ത് വിജനമായൊരു വഴിയുണ്ട്. അവിടെ ഒരു ഫോറസ്റ്റിൻ്റെ പ്രതീതിയാണ്. അവിടെ 2-3 കല്ലുകളുണ്ട്. ആ കല്ലിലിരുന്ന് ഞങ്ങൾ കാണും. അതുവഴി വേറെ അധികം ആരും വരാറില്ല. വരുമ്പോഴേക്കും ഞങ്ങളത് പാഠപുസ്തകം നോക്കുന്ന പോലെ ആകുകയും ചെയ്യും. അങ്ങനെ ഇതെല്ലാം വിശദമായിട്ട് പറയുകയും ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്യും. അവളാണ് ഈ കാര്യങ്ങളുടെ ബാലപാഠങ്ങളെല്ലാം എന്നെ പഠിപ്പിച്ചത്. പിന്നീട് കോളേജിൽ അവൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ 2 പേരും ഡിഗ്രി വരെ ഒന്നിച്ചാണ് പഠിച്ചത്. പക്ഷേ അവൾ ഡിഗ്രി അവസാന വർഷമായി കഴിഞ്ഞപ്പോഴേക്കും ഒരു മാർവാടി പയ്യനെ പ്രേമിച്ച് ഒളിച്ചോടിപ്പോയി. അവർ അങ്ങ് മഹാരാഷ്ട്രയിലോ മറ്റോ ആണെന്നാണ് പറഞ്ഞത്. ഇന്നുവരെ പിന്നെ ഞാൻ അവളെ കണ്ടിട്ടില്ല. എങ്കിലും എൻ്റെ എല്ലാ അറിവുകൾക്കും അവളായിരുന്നു അടിത്തറയിട്ടത്. പിന്നെ ഭർത്താവിൻ്റെ സങ്കല്പം എനിക്ക് ഇങ്ങനെ മാറുന്നതിൽ അത്ഭുതമൊന്നുമില്ലല്ലോ. പിന്നെ വീട്ടുകാരങ്ങ് നിർബന്ധിച്ച് കഴിഞ്ഞപ്പോഴേക്കും കല്യാണം കഴിച്ചു. ഇത് കുളമാകുമെന്ന് ആദ്യമേ എൻ്റെ മനസ്സ് പറഞ്ഞു. പക്ഷേ ഞാൻ പ്രതീക്ഷിച്ച പോലെ ആയിരുന്നില്ല. ഭർത്താവിന് എന്നോട് നല്ല സ്നേഹമായിരുന്നു. അതുമാത്രമല്ല, എനിക്ക് അവിടെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ധാരാളം ഗിഫ്റ്റുകൾ എനിക്ക് കിട്ടിക്കൊണ്ടുവരുന്നു. ഒരു സൈഡിൽ നിന്ന് മാത്രം ഇങ്ങോട്ട് വരുമ്പോൾ ആർക്കാണ് സന്തോഷം തോന്നാത്തത്? ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത്? കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്കൊന്നും മനസ്സിലായി. ഞാൻ എന്ത് പറഞ്ഞാലും അതിനൊത്ത് തുള്ളുന്നൊരു പാവയാണ് പുള്ളി. അപ്പോൾ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. അങ്ങനെ എൻ്റെ ജീവിതം നന്നായിപ്പോയി. ഒരു കുട്ടി മാത്രമേ ഞങ്ങൾക്കുള്ളൂ. അവൻ കഴിഞ്ഞ വർഷം വിദേശത്തേക്ക് പഠിക്കാൻ പോയി. പക്ഷേ അടുത്ത കാലങ്ങളായി ഞാനും ഭർത്താവും തമ്മിലുള്ള അടുപ്പം വളരെ വളരെ കുറഞ്ഞു. കാര്യം അദ്ദേഹത്തിന് എന്തോ താല്പര്യമില്ലാത്തതുപോലെ എനിക്കും ഈ പറഞ്ഞതുപോലെ ഒരു മടുപ്പ് അനുഭവപ്പെട്ടു തുടങ്ങി. അങ്ങോട്ടും ഇങ്ങോട്ടും അത്തരം കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അല്ലാതെ നോക്കുമ്പോൾ എൻ്റെ ഭർത്താവ് എല്ലാ കാര്യത്തിനും സപ്പോർട്ടാണ്. എന്നോട് അകന്നപ്പോൾ നിങ്ങളെന്തിനാ അകന്നത്, എൻ്റെ അടുത്തേക്ക് വരുമെന്ന് ഞാൻ ഒട്ടും പറഞ്ഞതുമില്ല. ആ അകൽച്ച എനിക്ക് നന്നായി തോന്നി.
കാര്യം എനിക്കെന്തൊക്കെയോ മടുപ്പുകൾ ഉള്ളിൽ കിടന്ന് തിളയ്ക്കുന്നുണ്ടായിരുന്നു. ഇതൊന്നും ഞാൻ പ്രതീക്ഷിച്ച ജീവിതമല്ല, ഇനിയും എന്തൊക്കെയോ വലിയ പ്രതീക്ഷകൾ എൻ്റെ മനസ്സിലുണ്ട് എന്ന് എനിക്ക് തോന്നിയിരുന്നു. ഒരിക്കൽ പോലും ഭർത്താവിനെ വെറുപ്പിക്കുന്ന കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല, വഴക്കുണ്ടാക്കിയിട്ടില്ല. പുള്ളിക്കാരനും എന്നോട് ഒന്നും ചോദിച്ചിട്ടില്ല. എൻ്റെ പഴയ കഥകളോ ഹിസ്റ്ററിയോ ഒന്നും ഞാൻ ഹസ്ബൻഡിനോട് ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. ഒരു ദിവസം മകൻ്റെ മുറി ഷെൽഫുമൊക്കെ വൃത്തിയാക്കിയാണ് അവൻ പോയതിൽ പിന്നെ ഞങ്ങൾ അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല. അവനെല്ലാം നന്നാക്കിയിട്ടാണ് പോയത്. ജസ്റ്റ് തൂക്കുകയും തുടക്കുകയൊക്കെ ചെയ്യും എന്നുള്ളതല്ലാതെ എല്ലാം അടുക്കി പറക്കി വെക്കാറില്ല. പക്ഷേ അടുക്കി പറക്കി വെച്ച് കഴിഞ്ഞപ്പോഴില്ലേ നല്ലൊരു ബുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ അന്ന് കണ്ടില്ലേ അതേപോലെ തന്നെ നല്ലൊരു ഇംഗ്ലീഷ് ബുക്ക്. ഇപ്പോഴത്തെ കാലത്ത് അതൊക്കെ ആരെങ്കിലും വാങ്ങിക്കുമോ അല്ലെ വായിക്കുമോ, ഇത് എവിടെ നിന്ന് കിട്ടി എന്നൊക്കെ ഞാൻ ഓർത്തു. എന്തായാലും പണ്ട് ഞങ്ങൾ വായിച്ചതുപോലല്ല, ഇത് അതിലും അത്യാധുനികമാണ്. വലിയൊരു ഫേമസ് മാഗസിനാണ്. അപ്പോൾ അതിൽ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഫീച്ചർ ചെയ്യുന്നത്. അത് കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. ഈ ചെക്കൻ ഈ ഇൻ്റർനെറ്റ് യുഗത്തിൽ എപ്പോഴും വീഡിയോ ഒക്കെ ഉള്ള സമയത്ത്, മൊബൈലുള്ള സമയത്ത് ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട് എങ്ങനെ ഇത് വരുത്തിച്ചു, എവിടെ നിന്ന് കൊണ്ടുവന്നു എന്നോർത്തു. ഞാനിത് കയ്യിലെടുത്ത് ആലോചിച്ചപ്പോഴുണ്ട് എൻ്റെ ഹസ്ബൻഡ് വന്നു. ഹസ്ബൻഡ് അത് കണ്ടു. വാങ്ങിച്ചു നോക്കിയിട്ട് പുള്ളി താളുകൾ മറച്ചു നോക്കി പറയുകയാണ്, ആ ഇത് കൊള്ളാം, ഇവൻ എന്തിനാണ് വിദേശത്തേക്ക് പോയെന്ന് എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞു. ഒന്ന് പോ മനുഷ്യ, പിള്ളേരല്ലേ, നമ്മളെല്ലാവരും ഈ പ്രായത്തിൽ ഇങ്ങനെ തന്നെയല്ലേ എന്ന് ഞാൻ ഭർത്താവിനോട് പറഞ്ഞു. ഓ ഞാനിങ്ങനൊന്നും ആയിരുന്നില്ല, ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് ഇങ്ങനെയുള്ള പടങ്ങളൊന്നും കണ്ടിട്ടേ ഇല്ലെന്ന് പറഞ്ഞു. ഓക്കെ, നിങ്ങൾ ചെറുപ്പത്തിൽ കണ്ടില്ല, പക്ഷേ എന്നെ കല്യാണം കഴിക്കുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ദിവസത്തെ കാര്യങ്ങൾ അറിയാമായിരുന്നല്ലോ. അത് പിന്നെ ഞാൻ പിന്നെ ഗൾഫിലൊക്കെ പോയി കഴിഞ്ഞപ്പോഴേക്കും അവിടെ കൂട്ടുകാരൊക്കെ ചേർന്ന് വീഡിയോ ഇട്ട് കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. ആഹാ, അപ്പം ഗൾഫിൽ വെച്ച് കുറേ അഭ്യാസങ്ങൾ കഴിഞ്ഞ് വന്നിട്ടാണ് ഇവിടുത്തെ അഭ്യാസങ്ങൾ. ഇപ്പം എനിക്ക് മനസ്സിലായി. നിങ്ങളിത് എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ, നീ ഈ ബാഗിലെ കഥ എന്നോട് ഇന്നുവരെ പറഞ്ഞിട്ടില്ലല്ലോ. നിങ്ങൾ എന്നോട് ചെറുപ്പത്തിലെ കാര്യങ്ങളൊന്നും ചോദിച്ചില്ല. കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ നിങ്ങൾക്ക് ആക്രാന്തമല്ലായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ പോയിട്ട് വരുമ്പോഴെല്ലാം ഏകദേശം ഒരുപോലെ തന്നെ. എൻ്റെ ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണ്ട, ഈ കാര്യങ്ങൾ മാത്രം നന്നായി നടക്കണം, അത്രയേ ഉള്ളൂ. പക്ഷേ ഇപ്പം നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞ് നിൽക്കല്ലേ. ഞാൻ പറഞ്ഞു പിന്തിരിഞ്ഞതാരാ? നിങ്ങളായിരിക്കാം. നിങ്ങൾക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് എനിക്കും താല്പര്യമില്ല, അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞു. എടി, എനിക്ക് ചില പ്രശ്നങ്ങളുണ്ട്, നിന്നോട് ഞാൻ പറയാതിരിക്കുകയായിരുന്നു. ഗൾഫിൽ നിന്ന് വന്ന പിന്നെ എനിക്ക് കാര്യമായൊരു പ്രവർത്തനക്ഷമതയില്ല എന്ന് പറഞ്ഞപ്പോഴേക്കും ഞാൻ പറഞ്ഞു, നിങ്ങളതൊക്കെ എന്നോട് തുറന്നു പറഞ്ഞായിരുന്നെങ്കിൽ ഞാനും ഏതെങ്കിലുമൊക്കെ വിധത്തിൽ അഡ്ജസ്റ്റ് ചെയ്തേനെ. ഇതിപ്പോൾ വന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ നിങ്ങളെപ്പോലെ തന്നെയാണ്, ഒരു താല്പര്യമില്ല. നിങ്ങൾക്ക് എന്തോ കുഴപ്പം കൊണ്ട് താല്പര്യമില്ല, എനിക്കാണെങ്കിൽ ഒട്ടും താല്പര്യമില്ല നിങ്ങളോട്. അങ്ങനെയായി. അതുകൊണ്ട് ഇനിയിപ്പം ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതല്ലാതെ പഴയ താല്പര്യം എനിക്ക് ഒരിക്കലും ഉണ്ടാവുമെന്ന് തോന്നില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഹസ്ബൻഡ് കയ്യിലിരുന്ന ആ മാഗസിൻ മറച്ചിട്ട് ഒരു ഫോട്ടോ എന്നെ കാണിച്ചു. ആക്രാന്തത്തോടുകൂടി ഒരു പെണ്ണ് കാണിക്കുന്ന ഓരോ കാര്യങ്ങളാണ് ആ ഫോട്ടോയിൽ ഉണ്ടായിരുന്നത്. കണ്ടോ, അവൾക്ക് അവളുടെ പുരുഷനെ ഒത്തിരി ഇഷ്ടമാണെന്ന്. ഞാൻ പറഞ്ഞത് അവിടെ ഭർത്താവൊന്നുമല്ല, ഇത് അഭിനയമാണ്, നിങ്ങൾക്ക് അറിയില്ലേ. അങ്ങനെയാണെങ്കിലും സ്ത്രീകൾ അത്തരം കാര്യങ്ങളിലൊക്കെ ആക്റ്റീവാണ്. നിന്നെക്കൊണ്ട് എനിക്ക് എന്താ ഗുണം? നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞോ എൻ്റെ പുറകെ നടന്ന് കല്യാണം കഴിക്കാൻ? ഞാൻ അങ്ങോട്ട് കെഞ്ചിയോ? നിങ്ങൾ ഇങ്ങോട്ട് വന്നു, അപ്പോൾ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു, അത്രയേ ഉള്ളൂ. അതെനിക്ക് നേരത്തെ അറിയാമായിരുന്നടി. അതുകൊണ്ടാണ് നിൻ്റെ കാര്യങ്ങൾ മാത്രം നോക്കി ഞാൻ ജീവിച്ചത്. ഒരു പരിധി കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് അതിനുള്ള ത്രാണിയില്ലാതായി. എനിക്കും ഒന്നിനും താല്പര്യം തോന്നുന്നില്ല, നിനക്കും താല്പര്യമില്ലല്ലോ, അപ്പോൾ പിന്നെ പ്രശ്നമില്ല. എനിക്ക് ദേഷ്യം വന്നു. നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഈ പടത്തിൽ കാണിക്കുന്ന പെണ്ണ് കാണിക്കുന്ന പോലെയൊക്കെ ഞാൻ കാണിക്കാനാണോ? എന്നെക്കൊണ്ടങ്ങ് പറ്റില്ല. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, അവൾ സ്ത്രീയാണ്. ഞാൻ പറഞ്ഞു, അത് ശരിയാ, അവൾ നല്ല സുന്ദരിയായ സിനിമ നടിയെ പോലിരിക്കുന്ന ഒരു സ്ത്രീയെ. അവളുടെ കൂടെ നിൽക്കുന്നത് ആരാണ്? ലോകത്തിൽ ഏതൊരു പെണ്ണ് കണ്ടാലും കൊതിക്കുന്ന ഒരു പുരുഷൻ. സത്യം പറഞ്ഞാൽ നമ്മുടെ സിനിമയിലും സീരിയലിലും ഒക്കെ കാണുന്നതിനേക്കാളൊക്കെ എത്രയോ നല്ല പുരുഷന്മാരാണ് ഇത്തരം ഫോട്ടോകളിലും വീഡിയോകളിലും ഉള്ളത്. അതിനൊക്കെ പാശ്ചാത്യ രാജ്യത്തുള്ളവരെ സമ്മതിക്കണം എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഹസ്ബൻഡ് പറഞ്ഞു, എനിക്കറിയാമടി, ഇങ്ങനെ ഒരുത്തരാണെങ്കിൽ നിനക്കെല്ലാം ഓക്കെ ആയിരിക്കും. എനിക്ക് സൗന്ദര്യമില്ല, അതല്ലേ നീ പറഞ്ഞു വന്നതെന്ന്. ഞാനിപ്പോൾ പറഞ്ഞു, അതെ നിങ്ങൾക്ക് സൗന്ദര്യമില്ല, അങ്ങ് സമ്മതിച്ചല്ലോ. ഈ 40-ാം വയസ്സിലല്ലേ ഇതൊന്നും പറയേണ്ടത്, അതൊക്കെ പണ്ട് ആലോചിക്കണമായിരുന്നു. എന്തായാലും ഇനി പറഞ്ഞിട്ട് കാര്യമില്ലാത്തതുകൊണ്ട് നിങ്ങളും ഞാനും ഒരു സമദൂരം പാലിക്കുന്നതായിരിക്കും നല്ലത്. അല്ലാതെ ഇനി ഓരോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാനം നമ്മൾ രണ്ടുപേരും കൂടി വഴക്കുണ്ടാക്കി ഈ പ്രായമായ സമയത്ത് പിരിയേണ്ടി വരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, ഇതൊന്നും ഒരു പ്രായമല്ല, ഇപ്പോൾ ശരിക്കും നല്ല യൗവനത്തിലിരിക്കേണ്ട സമയമാണ്. പിന്നെ മകൻ അങ്ങ് പോയി. അങ്ങനെയുള്ള സമയത്ത് ഭാര്യയും ഭർത്താവും പണ്ടത്തേനേക്കാൾ നന്നായിട്ട് ജീവിക്കേണ്ടതാണ്. ഞാൻ പറഞ്ഞു, എനിക്കതിൽ പ്രശ്നമൊന്നുമില്ല, എനിക്ക് പ്രശ്നമുണ്ട്, നിൻ്റെ സ്വഭാവം മാറ്റണം. നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഈ പറഞ്ഞ പല കാര്യങ്ങളും ഇത്രയും നാളും ഞാൻ സഹിച്ച് ജീവിക്കുകയായിരുന്നു. ഇനി
എനിക്ക് തിരിച്ച് പല കാര്യങ്ങളിലും നീ ഊർജ്ജസ്വലയായി നിൽക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പറ്റില്ല, എന്നെക്കൊണ്ട് പറ്റുന്ന കാര്യമല്ല, ഞാനങ്ങനെ പ്രാക്ടീസ് ചെയ്തിട്ടില്ല. നിങ്ങൾ പറഞ്ഞ പോലെ ഈ സർക്കസ് ഒന്നും എനിക്ക് പറ്റില്ല. ഇത്രയും നാളും നിങ്ങൾ എന്നോട് വിധേയനായി പെരുമാറി, ഇപ്പം നിങ്ങൾ എന്നെ ഭരിക്കാൻ വന്നു കഴിഞ്ഞാൽ ഞാൻ സമ്മതിച്ചു തരില്ല. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, ഭരിക്കാൻ വരുന്നല്ല, നീ ഒന്ന് മാറണം, എങ്കിൽ മാത്രമേ നമുക്ക് ഈ പ്രായത്തിൽ രസകരമായിട്ടിരിക്കാൻ പറ്റുകയുള്ളൂ. എനിക്ക് ചെറിയ പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞല്ലോ, നീ അപ്പോൾ ഒന്ന് ഉഷാറായാൽ എൻ്റെ ആ പ്രശ്നങ്ങൾ നമുക്ക് തരണം ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞു എനിക്ക് പറ്റില്ല, കുഴലൂതാനും മദ്ദളം കൊട്ടാനും ഒക്കെ വേറെ ആരെങ്കിലും നോക്കുന്നതായിരിക്കും നല്ലത് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഹസ്ബൻഡ് ഞാനും കൂടെ ആദ്യമായി നല്ല വഴക്കുണ്ടാക്കി. അത് കഴിഞ്ഞ് 3-4 ദിവസം ഞങ്ങൾ മിണ്ടിയതേയില്ല. എൻ്റെ മകൻ വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ കുറച്ച് നേരമൊക്കെ സംസാരിച്ചു. അവസാനം ഞാനും അച്ഛനും കൂടെ വഴക്കുണ്ടായെന്ന് പറഞ്ഞു. അവൻ ചോദിച്ചു അതെന്താ? ചുമ്മാ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അങ്ങ് വഴക്കായിരുന്നു. അപ്പോൾ മകൻ എന്നോട് പറഞ്ഞു, അമ്മേ ഞാനവിടെ ഇല്ല, നിങ്ങൾ രണ്ടുപേരും പണ്ടത്തെ പോലെ മധുവിധു കാലത്തിലാണെന്ന് ഓർത്ത് നല്ല സ്നേഹത്തോടു കൂടി പോകേണ്ട സമയമാണ്. ഞാൻ പറഞ്ഞു അതൊക്കെ ശരിയാടാ, പക്ഷെ എന്ത് ചെയ്യാനാണ്, നിൻ്റെ അച്ഛൻ്റെ തല തിരിഞ്ഞു. അയ്യോ അതെപ്പോഴും അച്ഛൻ എപ്പോഴും അമ്മയുടെ പുറകെ ആയിരുന്നല്ലോ, അമ്മ പറയുന്നല്ലേ കേൾക്കുകയുള്ളൂ. ഇപ്പം അങ്ങനൊന്നുമല്ല, എന്തോ പറ്റിയിട്ടുണ്ട്. എങ്കിൽ കാക്ക മലർന്നു പറക്കും എന്നൊക്കെ അവൻ പറഞ്ഞു. ഇത്തിരി കഴിഞ്ഞപ്പോഴേക്കും ഭർത്താവിന് ഫോൺ കൊടുത്തു. ഭർത്താവ് കുറേ നേരം 1 മണിക്കൂറോളം അവനോട് സംസാരിച്ചു. ഞാൻ എന്താണെന്ന് ശ്രദ്ധിക്കാനും പോയില്ല. എന്നോട് മിണ്ടുന്നില്ലല്ലോ. എല്ലാ അച്ഛനെയും മക്കളെയും പോലല്ല, അവർ തമ്മിൽ എല്ലാ കാര്യങ്ങളും കുറച്ചൊക്കെ ഓപ്പണായിട്ട് പറയുന്ന ടൈപ്പാണ്. എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ ദേഷ്യപ്പെടും. അതുകൊണ്ട് എന്നേക്കാൾ കൂടുതൽ കൊഞ്ചൽ അച്ഛനോടാണ്. എന്തായാലും അന്ന് രാത്രിയെ കഴിഞ്ഞപ്പോഴില്ലേ എൻ്റെ ഹസ്ബൻഡ് എൻ്റെ അടുത്തേക്ക് ഒന്ന് ചേർന്ന് വന്നു. ഞാൻ ചോദിച്ചു എന്താണെന്ന്. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു അതിനൊന്നുമല്ല, ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ ചോദിച്ചു എന്താ? അത് പറയുമ്പോഴേക്കും നീ ഒന്നും വിചാരിക്കരുത്, നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ അതിന് സമ്മതിക്കില്ല, എനിക്ക് കഴുത്തുവേദന ഉണ്ടാക്കാൻ ഞാൻ സമ്മതിക്കില്ല, ഒന്ന് മാറിപ്പോയി എന്ന് പറഞ്ഞു. പക്ഷെ പുള്ളി എന്നോട് പറഞ്ഞു നീ എന്തൊക്കെയാണ് പറഞ്ഞത്? അതൊന്നുമല്ല, നമ്മുടെ മകൻ്റെ ഒരു കാര്യമാണ്. അവൻ എന്നോട് ഒരു കാര്യം പറഞ്ഞു. എന്താ അവൻ പറഞ്ഞത്? എടി അവനോട് പാർട്ട് ടൈം ജോലിയൊക്കെ കിട്ടുമെന്ന് പറഞ്ഞില്ലേ? കിട്ടുമെന്ന് പറഞ്ഞു. ഏതോ ഹോട്ടലിലോ ഈ റെസ്റ്റോറൻറ്റിലോ ഒക്കെ അല്ലേ അവർക്ക് പാർട്ട് ടൈം ജോലി കിട്ടുന്നത്? എടി കിഴങ്ങേശ്ശേരി, അതൊന്നുമല്ല കാര്യം. മനുഷ്യ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എന്നെ വിളിക്കരുത്. അങ്ങനെയല്ല എടി, ചെക്കൻ പറയുകയാണ് ചെക്കന് ഒരു ഓഫർ വന്നെന്ന്. എന്ത് ഓഫറും? ഇവനാണെങ്കിൽ ജിമ്മിലൊക്കെ പോയി അടിച്ച് പൊളിച്ച് നല്ല സൗന്ദര്യമുള്ള സ്റ്റൈലായിട്ട് നടക്കുന്നൊരു ചെക്കനല്ലേ. നീ അവനെ പണ്ട് തൊട്ടേ ഈ സിനിമാ നടന്മാരുടെ രീതിയിൽ വളർത്തിയത് കൊണ്ട് ചെക്കന് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഓഫർ. പെണ്ണുങ്ങൾ ആരെങ്കിലും കണ്ട് ഓടി വന്നതായിരിക്കും ഇല്ലയോ? ഒന്ന് പോടി, പെണ്ണുങ്ങൾ ഓടി വരുന്നതാണോ ഓഫർ? പിന്നെന്താ മനുഷ്യ? എടി അവന് വന്ന ഓഫർ വേറെയാണ്. അവൻ്റെ ഒരു മാഗസിൻ എടുത്ത് നമ്മൾ രണ്ടുപേരും കൂടെ കണ്ടല്ലോ, അപ്പോഴല്ലേ നമ്മൾ പിണങ്ങിയത്. ആ മാഗസിനും ചെക്കൻ പറഞ്ഞതും തമ്മിൽ എന്താ ബന്ധം? എടി അതിന് അഭിനയിക്കുന്ന ആൾക്കാരല്ലേ, അതെനിക്കറിയാമല്ലോ. അവിടെ അതൊക്കെ അഭിനയവും ജോലിയുമാണ്. നിങ്ങളെന്താ പറഞ്ഞു വരുന്നത്? എടി അവനതുപോലെ ഒരു സ്റ്റുഡിയോയിൽ നിന്ന് എന്തോ ഒരു ഓഫർ വന്നെന്ന്. അവൻ്റെ കൂടെ പഠിക്കുന്ന ഒരു ചെക്കൻ ഇങ്ങനെയുള്ള വീഡിയോകളിലൊക്കെ അഭിനയിക്കുന്നുണ്ട്. അവിടെ ആണെങ്കിൽ അത് പ്രൊഫഷണലിസമാണെന്നേ. കാര്യം അവർക്ക് ജോലിയാണ്. ഒരു 4 മണിക്കൂർ പോയിട്ട് വരുന്നു, അത്രയേ ഉള്ളൂ. അത് സിനിമ അഭിനയം പോലെ തന്നെയുള്ളൂ. 4 മണിക്കൂറത്തേക്ക് നല്ല പേയ്മെൻ്റ് ആണെന്ന്. ഇന്ത്യൻ വംശജരെ അവർ നോക്കിയിരിക്കുകയാണെന്ന്. നിങ്ങൾ എന്തൊക്കെയാണ് മനുഷ്യരായി പറയുന്നത്? എന്താ പറയുന്നത് നിനക്ക് മനസ്സിലായില്ലേ? നീയല്ലേ ഇത്തരം വീഡിയോയും കാര്യങ്ങളൊക്കെ പണ്ട് തൊട്ടേ കാണുന്നത്? ഞാൻ ഗൾഫിൽ പോയപ്പോൾ എന്നെ കാണുന്നത്. നിനക്ക് കൊച്ചിയിൽ തൊട്ടേ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. ഒരു പ്രയോജനമില്ലാതെ ആരെങ്കിലും വന്ന് ഇത്തരം ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുമോ? അപ്പോൾ നല്ല പണം കിട്ടിയിട്ടല്ലേ? അതുപോലെ തന്നെ ചെക്കൻ പണം ഉണ്ടാക്കാൻ ഒരു വഴി കണ്ടുപിടിച്ചെന്നാണ് പറഞ്ഞത്. എൻ്റെ ദൈവമേ, ഈ ഇന്ത്യയിലുള്ള ആൾക്കാർ, പ്രത്യേകിച്ച് കേരളത്തിലുള്ള ചെക്കന്മാരും പെമ്പിളാരും എല്ലാം ലോകത്തിലെ ഏത് രാജ്യത്തെയും ഏത് ഭാഷയുടെയും വീഡിയോ ഡൗൺലോഡ് ചെയ്ത് കാണുന്നവരാണ്. ഇനിയിപ്പോൾ നോക്കിയോ, അവനങ്ങനെ പോവുകയാണെങ്കിൽ അതിൻ്റെ പിറ്റേ ദിവസം, വീഡിയോ ഇറങ്ങുന്നതിൻ്റെ പിറ്റേ ദിവസം തന്നെ അപ്പുറത്തെ ശിവചേട്ടൻ്റെ കൈ വരെ അത് കിട്ടും. നിങ്ങൾക്കറിയാമല്ലോ അങ്ങനെ വായി നോക്കിയ സ്വഭാവം. 15 വയസ്സായിട്ടും ഈ കഥ കേട്ടിട്ട് എൻ്റെ തല പെരിക്കുന്നു. ഞാനായിരുന്നെങ്കിൽ ഈ വീട് ഇളക്കി വെച്ചേനെ. ഒറ്റ വാക്കിന് പറഞ്ഞ് അവനെ ഞാനിതിൽ നിന്ന് പിന്തിരിപ്പിച്ചേനെ. നിങ്ങൾ 1 മണിക്കൂർ സംസാരിച്ചിട്ട് രണ്ടുപേരും കൂടി നല്ല സ്നേഹത്തിലാണല്ലോ സംസാരിച്ചത്, അപ്പോൾ നിങ്ങൾ അനുമതി കൊടുത്തോ എന്ന് ചോദിച്ചപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു ഞാൻ ഒന്നും പറഞ്ഞില്ല, അവൻ പറഞ്ഞത് കേട്ടു. ഇതൊക്കെ ഏടാക്കൂടമല്ലെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവൻ പറഞ്ഞു നല്ല പേയ്മെൻറ്റ് കിട്ടും, ഞാനതിന് കൈ കൊടുക്കാൻ പോവുകയാണ്. അമ്മയോട് ഒരിക്കലും പറയരുത്, അമ്മ അറിഞ്ഞു കഴിഞ്ഞാൽ അമ്മ മൂരാച്ചിയാണ്, സമ്മതിക്കില്ല. അച്ഛാ നമുക്ക് നല്ലതുപോലെ പണം ഉണ്ടാക്കാം, ഇങ്ങനെ പോയി പണം കിട്ടുകയാണെങ്കിൽ
പോവുകയാണെങ്കിൽ പിന്നെ എനിക്ക് നാട്ടിൽ നിന്ന് സഹായമൊന്നും ചെയ്തു തരേണ്ടി വരില്ല, അവിടെ നല്ല ഹോൾഡും ഉണ്ടാകും എന്നൊക്കെ പറയുന്നു. എൻ്റെ ദൈവമേ, ഞാൻ ആദ്യമായിട്ട് കേൾക്കുക. എൻ്റെ തല കറങ്ങുന്ന പോലെ എനിക്ക് തോന്നുന്നു. മനുഷ്യ, നിങ്ങളുടെ സ്വന്തം മോനല്ലേ അത്? നിങ്ങൾ എന്തിന് അവനോട് എസ് പറഞ്ഞു? എസ് ഒന്നും ഞാൻ പറഞ്ഞില്ല. എന്നോട് പറഞ്ഞപ്പം ഞാൻ നോ പറഞ്ഞിട്ട് അതിൻ്റെ ഭവിഷ്യത്തുകളൊക്കെ അവനോട് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു. ആഹാ, അങ്ങനെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ മാത്രം നിങ്ങൾക്ക് എന്താ ഇത്തിരി എക്സ്പേർട്ട്നെസ്? നിങ്ങൾക്ക് ഗൾഫിൽ ഇങ്ങനെ അഭിനയമായിരുന്ന പണി? ഗൾഫിൽ അങ്ങനൊന്നുമില്ല. പിന്നെ നിങ്ങളെന്തോ പറഞ്ഞ് ഇത്രയും നേരം മനസ്സിലാക്കി കൊടുത്തത്? എങ്കിൽ ഒരു കാര്യം ചെയ്യേ, ഞാൻ അവനെ വിളിച്ചു തരാം, നീ ഇങ്ങ് പറഞ്ഞു കൊടുക്ക്. കാര്യം ഹൈസ്കൂൾ മുതലേ നീ കാണുന്നല്ലേ, അപ്പോൾ നിനക്ക് എന്നെക്കാൾ വൃത്തിയായിട്ട് അവനെ ഉപദേശിക്കാൻ പറ്റും. വിളിക്കട്ടെ? ദേ, എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കരുത്. ഇതൊക്കെ എന്താകുമെന്ന് ആർക്കറിയാം? ചെക്കനെന്താ വട്ടാണോ? അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, എടി അവനെങ്കിലും ജീവിതം ആസ്വദിക്കട്ടെ. ഈ ഇന്ത്യയിൽ കിടന്ന് ചുമ്മാ സദാചാരം അതും ഇതൊക്കെ പറഞ്ഞ് കൂട്ടത്തിൽ നിന്നെപ്പോലെ ഏതെങ്കിലും ഒരു പെണ്ണിനെ കിട്ടി അവൻ വെറുതെ ഇങ്ങനെ പാഴായി പോകുന്നതിനേക്കാൾ നല്ലതല്ലേ അവിടെ പോയി അവൻ്റെ ജീവിതം അവൻ നന്നായി ആസ്വദിക്കട്ടെ, പലവിധ കാര്യങ്ങളും കാണട്ടെ, കടന്നു പോകട്ടെ. അതിന് കൂട്ടത്തിൽ പണം കിട്ടുക എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ നല്ലതല്ലേ? അങ്ങനെ നിങ്ങൾ പറയുന്നു. പക്ഷെ നാട്ടുകാർ കണ്ടാലോ? നാട്ടുകാർ കണ്ടെങ്കിൽ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ലെന്നാണോ അവൻ പറഞ്ഞത്? അതെന്താ പ്രശ്നമില്ലാത്തത്? എടി, എന്തൊക്കെ മേക്കപ്പുകളോ ബോഡി മേക്കപ്പോ ഒക്കെയുണ്ട് പെയിൻ്റ് അടിക്കും പോലെ. അതുകൊണ്ട് എന്തായാലും അവനെ കണ്ടു കഴിഞ്ഞാൽ സാമ്യം തോന്നുമെങ്കിലും തിരിച്ചൊന്നും അറിയില്ല. നീ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട, എല്ലാം സേഫാണ്. ചെക്കൻ നല്ലപോലെ പണം ഉണ്ടാക്കുമെന്നാണ് പറഞ്ഞത്. ദൈവമേ, ഞാനിതൊക്കെ ആദ്യം കേൾക്കുന്നു. പിന്നെ ആയിരക്കണക്കിന് വീഡിയോയും ഫോട്ടോയും കണ്ടിട്ടുള്ളത് നിനക്കറിയില്ലേ ഇതൊക്കെ എന്താണെന്ന്? മനുഷ്യ, വെറുതെ ഇട്ടെന്നെ കുത്തരുത്. എന്തായാലും അവൻ അവൻ്റെ കാര്യം നോക്കിക്കോളും. നീ അവൻ്റെ പുറകെ പോയി ശല്യപ്പെടുത്തരുത്. നിങ്ങൾക്ക് വട്ടാണെന്ന് കുറെ കാലമായിട്ട് എനിക്ക് സംശയം ഉണ്ടായിരുന്നു. ഇപ്പം മകനും വട്ടായോ? അതെങ്ങനെ? അച്ഛൻ്റെ അല്ലേ മോൻ? അതെടി, ഞങ്ങൾക്ക് 2 പേർക്കും വട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് എനിക്ക്. നിന്റെ പുറകെ നടന്നാണ് എനിക്ക് പറ്റിയ ഏറ്റവും വലിയ വട്ട് എൻ്റെ ജീവിതത്തിൽ. അതൊക്കെ ഇനി ഞാൻ മാറ്റാൻ തീരുമാനിച്ചു. അവനോട് ഈ കാര്യങ്ങൾ നീ ചോദിക്കാൻ പോയാലോ വഴക്ക് പറഞ്ഞാലോ അവൻ ആ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരില്ല. നിന്റെ പുന്നാര മോനെ നീ കാണില്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പം ഞാനൊന്ന് പേടിച്ചു. കാര്യം ഭർത്താവിന് സാരമായ മാറ്റമുണ്ട്. മകനും വേറെ വഴിക്ക് പോയിരിക്കുന്നു. ഇവിടെ എന്താ നടക്കുന്നത്? എനിക്കൊന്നും മനസ്സിലായില്ല. പെട്ടെന്ന് എൻ്റെ ജീവിതം മാറിയതുപോലെ തോന്നി. അത് കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡിനോട് പറഞ്ഞു, എന്തായാലും നിനക്ക് ഈ പറഞ്ഞ രീതിയിലുള്ള സഹകരണമൊന്നും ഇനിയില്ലല്ലോ. പ്രായമായപ്പോഴും വലിയ സുന്ദരിയാണെന്ന് നിനക്കൊരു അഹംഭാവമുണ്ട്. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം ചെയ്യാൻ പോവുകയാണ്. ഒന്നുകിൽ നമുക്ക് ഡൈവോഴ്സ് ചെയ്യാം, ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് എൻ്റെ വഴിക്ക് പോകും. അത് ചോദ്യം ചെയ്യാൻ വരരുത്. നിങ്ങൾ എന്താ ഉദ്ദേശിച്ചത് എന്താണെന്ന് നിനക്ക് പച്ച മലയാളത്തിൽ പറഞ്ഞപ്പോൾ മനസ്സിലായില്ലേ? എന്തായാലും എൻ്റെ ഇഷ്ടപ്രകാരം ഇനി ഞാൻ പല കാര്യങ്ങളും കണ്ടെത്തും. നിനക്ക് ഒന്നിനും താല്പര്യമില്ലല്ലോ, ആരോടും താല്പര്യമില്ല. അതുകൊണ്ട് നീ ഒന്നെങ്കിൽ വീട്ടിലിരിക്കുക, അല്ലെങ്കിൽ ഡൈവേഴ്സ് ചെയ്ത് നമുക്ക് 2 പേർക്കും 2 വശത്തേക്ക് പിരിയാം. നിങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞത്? നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഓൾറെഡി പ്രശ്നമുണ്ട്. ഈ പ്രായമായപ്പോൾ എനിക്ക് നല്ല പ്രശ്നം വന്നു. നിങ്ങൾ ഇത്തിരി മുമ്പ് പറഞ്ഞില്ല നിങ്ങൾക്ക് പ്രായമായില്ലെന്ന്. എങ്കിൽ പ്രായമാകാത്ത പ്രായത്തിൽ എനിക്ക് എൻ്റേതായ കാര്യങ്ങൾ നോക്കിപ്പോകാൻ സമയമായി. അപ്പോൾ നിങ്ങൾ മറ്റാരെയോ കണ്ടുവച്ചിട്ടുണ്ട്. എന്തിനാണ് കണ്ടുവെക്കുന്നത്? സോഷ്യൽ മീഡിയയിൽ. പണം ഇച്ചിരി കയ്യിലുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി. എത്ര പേരാണ് നല്ല പെൺപിള്ളേർ, ഒരു പ്രശ്നവുമില്ല, അങ്കിളെന്നും ഡാഡി എന്നൊക്കെ വിളിച്ചിട്ട് അവരിങ്ങനെ കറങ്ങാൻ എവിടെ വേണമെങ്കിലും നമ്മുടെ കൂടെ വരും. ഒന്നിനും ഒരു പ്രശ്നവുമില്ല. അത്യാവശ്യം പണം ഉണ്ടല്ലോ. ഇനി നിനക്ക് വേണ്ടി ചിലവാക്കുന്നതിന് പകരം അവർക്ക് വേണ്ടി ഞാൻ ചിലവാക്കാൻ പോവുകയാണ്. അത് കേട്ടപ്പോൾ എനിക്ക് ദേഷ്യം വന്നു. ചിലവാക്കിക്കോ, മൊത്തം അവളുമാർ കൊണ്ടുപോകും. അവസാനം പത്രത്തിൽ പടം വരും. പിന്നെ നിങ്ങൾ പണം ചിലവാക്കാൻ വേണ്ടിയിട്ട് പോകുന്നു. ഞാൻ ഇറങ്ങിയാലില്ലേ, ഈ പ്രായത്തിൽ ഞാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ ചിലവാക്കിയ പണത്തിൻ്റെ ഇരട്ടി ഞാൻ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരും. അതിനുള്ള മിടുക്ക് എനിക്കുണ്ട്. എനിക്കാണെങ്കിൽ പോയി കഴിഞ്ഞാൽ ഇങ്ങോട്ട് പല സമ്മാനങ്ങളും കിട്ടും. നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഓട്ട വീണ VIP കൂടെ ആളുകൾ അടിച്ചുകൊണ്ട് പോകും. പെണ്ണുങ്ങൾ മൊത്തം കൊണ്ടുപോകും. അവസാനം മേളോട്ട് നോക്കി ഇരിക്കേണ്ടി വരും എന്ന് പറഞ്ഞപ്പോൾ ഹസ്ബൻഡ് പറയുകയാണ്, അത് ഞാൻ തയ്യാറാണ്. പ്രശ്നമൊന്നുമില്ലല്ലോ, നിനക്ക് നഷ്ടമില്ലല്ലോ. അതുകൊണ്ട് ഈ ഡീലാണ് ഡീല്. ഒന്നുകിൽ ഡൈവേഴ്സ്, അല്ലെങ്കിൽ നീ സഹിച്ചോടെ ജീവിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെ സഹിച്ച് ജീവിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ ഡൈവേഴ്സ് തരില്ല. എൻ്റെ ഇഷ്ടങ്ങൾ ഇനി നടക്കണം. നല്ല സിനിമാ നടന്മാരെ പോലെ ഇരിക്കുന്ന ചെക്കന്മാർ അവരെന്നെ കണ്ടു കഴിഞ്ഞാൽ ഓടി വരും. ഇനി ഞാനത് ട്രൈ ചെയ്യും. നിങ്ങൾക്ക് മാത്രമല്ലോ സോഷ്യൽ മീഡിയ, എനിക്ക് സോഷ്യൽ മീഡിയ ഉണ്ട്. നിങ്ങൾക്ക് 10 ലൈക്ക് കിട്ടണമെങ്കിൽ 10 മാസം എടുക്കും. എനിക്ക് 1000 ലൈക്ക് കിട്ടണമെങ്കിൽ 1 മണിക്കൂർ മതി. അപ്പോൾ ഞാനും എൻ്റെ രീതിയിൽ ട്രൈ ചെയ്യും എന്ന് പറഞ്ഞു. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, അപ്പോൾ അതാണോ ഡീല്? നീ നിൻ്റെ ഇഷ്ടത്തിന് പോകുന്നു, ഞാൻ എൻ്റെ ഇഷ്ടത്തിന് പോകുന്നു. നമ്മൾ സമൂഹത്തിന് മുന്നിൽ ഭാര്യ ഭർത്താക്കന്മാരായി നല്ല രീതിയിൽ ജീവിക്കുന്നു. ഇതാണോ ഡീൽ? നിങ്ങൾ സീരിയസ് ആയിട്ട് പറഞ്ഞു
പറഞ്ഞെങ്കിൽ അത് എൻ്റെ ഡീലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഹസ്ബൻഡിനോട് പറഞ്ഞു, എങ്കിൽ പിന്നെ നീയായിട്ട് ആളുകളെ തരേണ്ട കാര്യമില്ല, ഞാൻ തന്നെ തിരയാം, എല്ലാം ഞാൻ റെഡിയാക്കി തരാം. അങ്ങനെയാകുമ്പോൾ ഒരു സേഫ്റ്റി ഫീലിംഗ് ഉണ്ടല്ലോ. എന്താ നിങ്ങൾ പറഞ്ഞത് എന്ന് വെച്ചാൽ ഞങ്ങൾക്കിപ്പോൾ ഒരു ഗ്രൂപ്പുണ്ട്, അവിടെ എല്ലാ കാര്യങ്ങളും നല്ല സ്മൂത്തായിട്ട് പോകുന്നുണ്ട്. നീയും അതിൻ്റെ കൂടെ കൂടിക്കോ, ഒരു പ്രശ്നമില്ല. എൻ്റെ കാര്യങ്ങൾ നടക്കും, നിൻ്റെ കാര്യങ്ങൾ നടക്കും. നിനക്കും കംപ്ലൈൻ്റ് ഇല്ല, എനിക്കും കംപ്ലൈൻ്റ് ഇല്ല. ഞാൻ എൻ്റെ ഇഷ്ടത്തിന് പോകും, നീ നിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് തിരഞ്ഞെടുത്ത കഥകൾ വായിക്കുക മോളെ എന്ന് പറഞ്ഞ് ഭർത്താവ് എനിക്ക് ആ ഗ്രൂപ്പ് കാണിച്ചു തന്നു. അതിലുള്ള സുന്ദരന്മാരെയും സുന്ദരികളെയും കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് കണ്ട് തള്ളിപ്പോയി. പലർക്കും പല ആഗ്രഹങ്ങളാണല്ലോ. പണം കൊടുത്താൽ എന്തിനും തയ്യാറാകുന്ന സുന്ദരന്മാരും സുന്ദരികളും അല്ലാതെയുള്ളവരുമുണ്ട്. യാത്രകൾ ചെയ്യാൻ ആഗ്രഹമുള്ള പലവിധ ആളുകളും. സത്യം പറഞ്ഞാൽ ഭർത്താവിനോട് എനിക്ക് നന്ദി പറയണോ എന്ന് തോന്നിപ്പോയി. മകൻ്റെ കുരുത്തക്കേട് ഞാനങ്ങ് മറന്നുപോയി. ഇനിയിപ്പം ഈ പ്രായത്തിൽ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായതുകൊണ്ട് ഞാനും ഭർത്താവിൻ്റെ തഞ്ചത്തിന് ഒത്തുനിന്നു മാഡം. ഹസ്ബൻഡ് എന്തൊക്കെയോ കാടും മേടും കയറിപ്പോയി. ഞാൻ ചോദ്യം ചെയ്തേയില്ല. അതിനു പകരം ഞാനും അവിടെ നിന്ന് കണ്ടുപിടിക്കാൻ ആരംഭിച്ചു. ഭർത്താവില്ലാത്ത പല സമയത്തും എനിക്ക് കൂട്ടിന് വന്നത് പണ്ട് ഞാൻ സ്വപ്നം കണ്ടതിലും മികച്ച സുന്ദരന്മാർ. അതുമാത്രമല്ല, ഓരോരുത്തർക്കും ഓരോ പ്രത്യേകതകളാണല്ലോ. ആ പ്രത്യേകതകൾ ഈ പ്രായത്തിലാണ് മാഡം എനിക്ക് തിരിച്ചറിയാൻ പറ്റിയത്. വെള്ളക്കുതിരയല്ല കറുത്ത കുതിരയല്ല ചാരക്കുതിര. എല്ലാത്തിൻ്റെയും മുകളിൽ സവാരി ചെയ്യുമ്പോൾ നമുക്ക് പ്രത്യേകത തോന്നും. ഓരോ കുതിരയ്ക്കും അതിൻ്റേതായ രസവും വേഗതയും ഒക്കെയുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ചിലപ്പോഴൊക്കെ അടുത്ത സുഹൃത്തുക്കളാണെങ്കിൽ എൻ്റെ ഭർത്താവും കാഴ്ചക്കാരനാകും. അപ്പോൾ ഞാൻ മെയ് മറന്നു പോകുമ്പോൾ ഹസ്ബൻഡിനോട് പറയും, നിനക്ക് എന്നോട് മാത്രമുള്ള വിരോധം, എവിടിപ്പോൾ കഴുത്ത് വേദനയില്ലേന്ന്. ഞാൻ പറയും, അതൊന്നും എനിക്കറിയില്ല, ഞാൻ ഇതിലങ്ങ് പെട്ടുപോയി, ഇനിയിപ്പോൾ എന്നെ കുറ്റം പറയരുത്, നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് നടക്കല്ലേ, നമ്മൾ തമ്മിലുള്ള കാര്യങ്ങൾ അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് പറയും. സത്യം പറഞ്ഞാൽ ഹസ്ബൻഡും ഞാനും തമ്മിൽ ഇപ്പോൾ ജീവിതം മുന്നോട്ട് പോകുന്നത് നല്ല സുഹൃത്തുക്കളെ പോലെയാണ്. ഞങ്ങൾ തമ്മിലുള്ള ആ ഒരു പാർട്ട്ണർഷിപ്പ് നഷ്ടപ്പെട്ടു. ഇനി അത് തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല. ഞങ്ങൾ രണ്ടുപേരും രണ്ട് പെൺ സുഹൃത്തുക്കളെ പോലെയോ അല്ലെങ്കിൽ ആൺ സുഹൃത്തുക്കളെ പോലെയോ ആയിത്തീർന്നു. ഇപ്പോൾ എന്തു പറയാം, ഞങ്ങൾക്കിടയിൽ വഴക്കില്ല, അസൂയയില്ല, ഒന്നുമില്ല. പഴയ ജീവിതം തന്നെ ഞങ്ങൾ മറന്നുപോയി. മകനോട് ഈ കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല, അങ്ങേരും പറഞ്ഞിട്ടില്ലെന്നാണ് പറഞ്ഞത്. എന്തായാലും മകനും മകൻ്റെ കാര്യത്തിലൂടെ പോകുന്നുണ്ട്, അതിൽ നിന്നും നല്ല പണം ഉണ്ടാക്കുന്നുമുണ്ട്. അപ്പോൾ പിന്നെ എൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിക്കുക. അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. എൻ്റെ കഥ മാഡം ഒന്ന് വായിച്ച് കേൾക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടിരുന്നതാണ്. പിന്നെ വേറൊരു കാര്യം ചോദിക്കാനുള്ളത്, സാധാരണ പുരുഷന്മാർക്ക് വേണ്ടിയിട്ട് ഒത്തിരി പ്രൊഡക്റ്റുകളുണ്ട്. അപ്പോൾ അതിലൊക്കെ ചിലത് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഉപകാരപ്രദമാണെന്ന് കണ്ടു. പക്ഷേ ഹസ്ബൻഡ് അതൊക്കെയാണ്. ഞാനിതുവരെയും അതൊന്നും പരീക്ഷിച്ച് നോക്കിയിട്ടില്ല. ഈ ആയുർവേദം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അതൊക്കെ സ്ത്രീകൾക്കും നല്ലൊരു ഗുണവും ഊർജ്ജവും ഒക്കെ സമ്മാനിക്കാൻ ഉപകരിക്കുമോ? അതിൻ്റെയൊക്കെ ആവശ്യമുള്ള സമയമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പണ്ട് തൊട്ടേ ആയുർവേദത്തിൽ അത്തരം മരുന്നുകളൊക്കെ ഉണ്ട്. അത് പുരുഷന്മാർക്ക് വേണ്ടി മാത്രം റിസർവ് ഒന്നും ചെയ്ത് വെച്ചിരിക്കുന്നതല്ല, സ്ത്രീകൾക്ക് വേണ്ടിയിട്ടും ഉള്ളതാണ്. പുരുഷന്മാരിൽ പ്രവർത്തിക്കുന്ന രീതിയിലല്ല സ്ത്രീകൾ പ്രവർത്തിക്കുന്നത് മാത്രമേ ഉള്ളൂ. പല മരുന്നുകളും പുരുഷന്മാർക്ക് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ളതാണെന്ന് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം. അങ്ങനെ ഒത്തിരി പ്രൊഡക്റ്റുകളൊക്കെ അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ എല്ലാം ജെന്യൂൻ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ ആവശ്യമില്ലാതെ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാതെ നല്ല കമ്പനിയുടെ അല്ലെങ്കിൽ ജെന്യൂൻ റിവ്യൂസ് ഒക്കെ ഉള്ളത് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ തെറ്റ് പറയാൻ പറ്റില്ല. കാര്യം നമ്മളുടെ ഇവിടുത്തെ അംഗീകൃതമായിട്ടുള്ള ആയുർവേദ ഫാർമസികളൊക്കെ അത്തരം മരുന്നുകളും ലേഹ്യങ്ങളും ഒക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു ഡോക്ടറെ കണ്ടിട്ട് സജസ്റ്റ് ചെയ്ത് വാങ്ങിച്ച് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ സേഫ് ആയിരിക്കും, അതായിരിക്കും നല്ലത്. പക്ഷേ ശരിയാണ്, ഊർജ്ജസ്വലതമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പ്രകൃതിയിലുള്ള ഹെർബൽസിൽ നിന്ന് കിട്ടും, ഇല്ല എന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. അപ്പോൾ തീർച്ചയായിട്ടും അത് ശ്രദ്ധയോടുകൂടി ഉപയോഗിക്കണമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഒരു സൂപ്പർവിഷൻ ആവശ്യമാണ്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ ചുമ്മാ അങ്ങനെ ബ്ലൈൻഡായിട്ട് വാങ്ങി കഴിക്കരുത്, അത്രേ ഉള്ളൂ കേട്ടോ. പക്ഷേ സൗന്ദര്യം മാത്രം നോക്കി നമ്മളോരോ കാര്യങ്ങൾ നിയന്ത്രിക്കുകയും അതേപോലെ അനിയന്ത്രിതമായുള്ള കാര്യങ്ങളിലേക്ക് പോവുകയും ചെയ്യുന്നത് നല്ലതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ലതല്ലെന്നാണ് എനിക്ക് ഈ കഥ വായിച്ചിട്ട് തോന്നുന്നത്. അപ്പോൾ എൻ്റെ അഭിപ്രായം അതാണ്. നിങ്ങൾക്ക് എൻ്റെ അഭിപ്രായം ആവശ്യമില്ല, എന്നാലും ഞാൻ പൊതുവെ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ, വേറൊന്നുമില്ല.